എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കോഴിക്കോട്ടെ ശനിയാണേ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കോഴിക്കോട്ട ഉണ്ടാക്കാവേ. അപ്പോൾ ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 500 ml കപ്പിൽ 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആ പൊടി ഇപ്പോൾ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. 500 ml ഈ പൊടിയിലോട്ട് അത്രയും തന്നെ ചൂടുവെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. പിന്നെ ഒരിത്തിരി നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നല്ല ലൂസാണ്. സെയിം അളവിൽ തന്നെ ഞാൻ വെള്ളം എടുത്തിട്ട് നല്ല ലൂസാണ്. എന്നിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്ക് ചെറു തീയിലിട്ട് ഇത് നന്നായിട്ട് കുറുക്കി ആ വെള്ളം നന്നായിട്ട് അങ്ങ് പറ്റിച്ചെടുക്കുക. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് പൊടിയിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി, വാട്ടിയെടുത്താലും മതി. പക്ഷേ അതിനേക്കാളും എനിക്കങ്ങനെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഈ വേല് ചെയ്യുന്നത്. ഇതാണ് എളുപ്പം, എനിക്ക് എളുപ്പത്തിന് തോന്നിയത് ഇതാണ് കേട്ടോ. അതായത് ഇപ്പം നന്നായിട്ട് പൊടി നല്ല രീതിയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് പറ്റിയെടുക്കണേ. ചെറിയ രീതിയിൽ തന്നെ ഇട്ട് നമുക്ക് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കണം. തണുക്കാന്ന് വെച്ചാൽ ഒരുപാട് തണുത്ത് പോകരുത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ഉണ്ട ഉരുട്ടാൻ പരുവത്തിനുള്ള രീതിയിൽ തേങ്ങ ഞാൻ ഇവിടെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ വെള്ളം ഒരു പാത്രത്തിലെടുക്കുക. ഒത്തിരി നാൾ കൂടിയാണ് തേങ്ങ വെള്ളം കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിൽ ഞാൻ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. നല്ല തേങ്ങയായിരുന്നു കിട്ടിയത്. ഇത് വാങ്ങിച്ച കടയിലെ ആ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്, നിങ്ങൾ തേങ്ങ പൊട്ടിച്ച ശേഷം ചീത്തയാണെങ്കിൽ ഫോട്ടോ ഇട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചേട്ടൻ കാണുവാണെങ്കിൽ നല്ല തേങ്ങയാണ് ചേട്ടൻ ഇന്ന് തന്നേക്കുന്നത് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പൊടി നന്നായിട്ട് തണുത്ത ശേഷം കുഴച്ചെടുക്കുന്നുണ്ടേ. തണുത്ത ശേഷം കുഴച്ചിട്ട് അത് ഇനി നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. തേങ്ങ ചിരണ്ടി ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഏലക്ക പൊടിച്ചെടുക്കണം, ജീരകം പൊടിച്ചെടുക്കണം കേട്ടോ. ജീരകത്തിൻ്റെ പൊടി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ജീരകം പൊടിക്കാനിത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ജാഗരിപ്പൊടിയാണ്, ഞാൻ ജാഗരിപ്പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ജാഗരിപ്പൊടി എടുക്കുക. അതിന് ശേഷം തേങ്ങ നമ്മൾ നല്ല പച്ച തേങ്ങയായിരുന്നു എടുത്തത്. അപ്പോൾ പച്ച തേങ്ങ നന്നായിട്ട് ഒന്ന് ചെറിയ രീതി ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം അതിൻ്റെ അകത്ത് വെള്ളമയം പോകാൻ. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ ശർക്കര, ആവശ്യത്തിനുള്ള ശർക്കര, ഞാൻ ഒത്തിരി ശർക്കരപ്പൊടി എടുത്തിട്ടില്ല, 2 അടപ്പിന് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ശർക്കരപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ആ വെള്ളം ശർക്കരയ്ക്കകത്തുനിന്ന് ഇറങ്ങുമല്ലോ. അപ്പം അതും തേങ്ങയ്ക്കകത്തിലെ വെള്ളവും കൂടി മിക്സായി നന്നായിട്ട് ഡ്രൈ ആവണം. എങ്കിലേ ഉള്ളൂ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒത്തിരി ഉപ്പ് വേണ്ട, അതിനുള്ള ഉപ്പ് മതി. കാരണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കാതെ ജാഗരിയിൽ നിന്ന് ഇറങ്ങിയതും തേങ്ങയിൽ നിന്ന് ഇറങ്ങിയതുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് നല്ല കുഴപ്പരുവത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഏലക്ക, പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക, അതിൻ്റെ തൊണ്ടങ്ങ് കളഞ്ഞിട്ട് ആ പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കായുടെ ഫ്ലേവറാണ് ഇതിൽ നന്നായിട്ട് വേണ്ടത്. അപ്പം ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തിട്ട് ഇച്ചിരി സമയം ഒന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ റോസ്റ്റ് ചെയ്തപ്പോൾ ഈ പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമയം ഒന്നുമില്ല, നല്ല ഇതിൽ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇനി ഉണ്ട ഉരുട്ടാനായിട്ട് നോക്കാവേ. അപ്പോൾ ഉണ്ട ഉരുട്ടാനായിട്ട് നമുക്ക് നമ്മളുടെ പൊടി എടുത്തിട്ട് അതിൽ നിന്ന് നമുക്കറിയാമല്ലോ, ഉണ്ട് ഉരുട്ടാൻ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഉള്ള രീതിയിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഈ കൂട്ട്, ശർക്കരയുടെ കൂട്ട്, തേങ്ങയുടെയും കൂടി കൂട്ട് ചേർത്ത് നമ്മൾ അകത്തോട്ട് വെക്കുക. അതിനുശേഷം ഒന്നും കൂടി അത് ബോൾ പരുവത്തിൽ അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. അങ്ങനെയാണ് നമ്മൾ കോഴിക്കോട്ടേക്ക് ശരിയാക്കി എടുക്കണേ. ഇങ്ങനെ ഇത് കണ്ടോ, ഇത് പലരും പല ഷേപ്പിലൊക്കെ ഉണ്ടാക്കും. എനിക്കിങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയാവുന്നത്, അതുകൊണ്ട് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ നന്നായിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഒട്ടിപ്പിടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്രത്തിൽ ഇച്ചിരി വെള്ളവും കൂടി എടുത്ത് വെച്ച് കൈ ഒന്ന് മുക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റൗണ്ട് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയും ചെയ്യാവേ. ഞാൻ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതായത് ഇഡലി പാത്രം അടുപ്പിൽ വെച്ച് അതിലോട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ കോഴിക്കോട്ട വെച്ച് കൊടുക്കാവേ. എന്നിട്ട് അതിങ്ങനെ എല്ലാം ഞാനിപ്പം ബോളാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെയാണ്. ഇതും കൂടി വെച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ആവിയിൽ ചെറു തീയിലിട്ട് വേവിക്കണേ. ഓൾറെഡി ഈ മാവ് നന്നായിട്ട് വെന്തതാണ്, എന്നിരുന്നാലും നല്ല ചെറു തീയിലിട്ട് വെന്താലേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ലാസ്റ്റത്തെ കോഴിക്കോട്ടയാണ് ഉരുട്ടുന്നത്. അതും കൂടി ചേർത്തിട്ട് ഞാൻ വെച്ചു. ഇനി നമുക്ക് മൂടിയിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാവേ. ഇനി ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് ചെറുതീയിൽ വേവിച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പം ഒന്ന് തുറന്ന് വെക്കണം. തുറന്ന് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ ചൂടൊക്കെ പോയി, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആവി വെള്ളം ഇതിലോട്ട് വീണ് ഭയങ്കരമായിട്ട് ഇതാവും, പെട്ടെന്ന് ചീത്തയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തേങ്ങ നന്നായിട്ട് അതിൻ്റെ ഇത് ഒന്ന് വറുത്ത് റോസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കോഴിക്കോട്ടെ എല്ലാം ഇവിടെ റെഡിയായി.